ദൈവത്തിന്റെ സ്വന്തം നാട് ഗുണ്ടകളുടെ താവളമാവുകയാണോ? ഗുണ്ട നേതാവ് ആഷ്ലിൻ ബെൽമൻ കൊച്ചിയിൽ വീണ്ടും ഓഫീസ് തുറന്നു. കൊച്ചി മരടിലാണ് VIP പ്രൊഡക്ഷൻസ് എന്ന പേരിൽ സിനിമാ കമ്പനിയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ഒരു മാസം മുമ്പ് ഇവിടെ ഗുണ്ടാ മീറ്റപ്പ് സംഘടിപ്പിച്ചതിന് പിന്നാലെ ഓഫീസ് പോലീസ് എത്തി പൂട്ടിച്ചിരുന്നു. ഗുണ്ടാ മീറ്റപ്പ് സംഘടിപ്പിച്ച കേസിൽ ആഷ്ലിൻ ബെൽമൻ ഇപ്പോഴും ഒളിവിലാണ്. തിരുവനന്തപുരം സ്വദേശിയായ ആഷ്ലിൻ രാജ്യാന്തര തട്ടിപ്പുകാരനാണെന്നാണ് വിവരം. പെരുമ്പാവൂർ അനസിന്റെ കൂട്ടാളിയായ ആഷ്ലിൻ ബെൽമന്റെ തട്ടിപ്പ് രീതിയെക്കുറിച്ച് ആദ്യം വാർത്ത പുറത്തുവിട്ടത് ന്യൂസ് 18 ആയിരുന്നു. മരടിൽ VIP പ്രൊഡക്ഷൻസ് എന്ന പേരിൽ സിനിമാ നിർമ്മാണ കമ്പനി തുടങ്ങിയ അതേ ദിവസം തന്നെയാണ് തിരുവനന്തപുരം കളിക്കവിള സ്വദേശി ആഷ്ലിൻ ബെൽമൻ ഗുണ്ടാ മീറ്റപ്പ് സംഘടിപ്പിച്ചത്. എന്നാൽ സംഭവം നടന്ന് ഒരു മാസം കഴിഞ്ഞിട്ടും ഇയാളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പെരുമ്പാവൂർ അനസിന്റെ കൂട്ടാളിയായ അഷ്ലിൻ ദുബായിലടക്കം തട്ടിപ്പ് നടത്തിയതായി ചില സൂചനകൾ മാത്രമാണ് പോലീസിന് ലഭിച്ചത്. അതിന് പിന്നാലെയാണ് നേരത്തെ പോലീസ് പൂട്ടിച്ച മരടിലെ VIP പ്രൊഡക്ഷൻസ് എന്ന പേരിലുള്ള സിനിമാ നിർമ്മാണ കമ്പനിയുടെ ഓഫീസ് വീണ്ടും പുനരാരംഭിച്ചത്. കൊച്ചിയിൽ ഗുണ്ടാ മീറ്റപ്പ് സംഘടിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് ഒളിവിലായതിനാൽ അഷ്ലിൻ ഓഫീസിലെത്തിയിരുന്നില്ല. 2 മാസമായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നാണ് ഓപ്പണിങ്. ഓഫീസ് ഓപ്പൺ ചെയ്ത് ഇനാഗ്രേഷൻ കഴിഞ്ഞ മാസം 17-ാം തീയതി ആയിരുന്നു. അതിനുശേഷം കുറച്ച് ദിവസം അടഞ്ഞു കിടക്കാൻ ഇന്നോട്ട് റീഓപ്പണിങ്. സിനിമാ മേഖലയിലുള്ള പ്രൊഡക്ഷൻ, പ്രീ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളാണ് VIP പ്രൊഡക്ഷൻ ഹൗസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഫണ്ടിങ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, എല്ലാ തരത്തിലുള്ള പ്രീ പ്രൊഡക്ഷൻ ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ, അതിനുള്ള ഫിനാൻസിങ് ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇതിൻ്റെ ചെയർമാൻ ആഷ്ലിൻ ബെൽമനാണ്, ഡോക്ടർ ആഷ്ലിൻ ബെൽമനാണ് ഇതിൻ്റെ ചെയർമാൻ. അദ്ദേഹം ഇപ്പോൾ നിലവിൽ സ്ഥലത്തില്ല. ഇയാളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ലോകത്തെ അതിസമ്പന്നരിൽ ഒരാൾ, സിനിമാ നിർമ്മാതാവ്, മനുഷ്യാവകാശ കമ്മീഷൻ തമിഴ്നാട് വൈസ് പ്രസിഡന്റ്. കൊച്ചി പോലീസ് തിരയുന്ന ആഷ്ലിൻ ബെൽമന്റെ പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങളാണിത്. മരടിൽ ഗുണ്ടാ സംഗമം സംഘടിപ്പിച്ച കേസിന് പിന്നാലെയാണ് ആഷ്ലിൻ ബെൽമൻ എന്ന രാജ്യാന്തര ക്രിമിനലിനെ കുറിച്ച് അന്വേഷണം നടത്തിയത്. രാജ്യാന്തര ബിസിനസ്സുകാരനെന്നും സിനിമ നിർമ്മാതാവ് എന്നുമാണ് ഇയാൾ സ്വയം അവകാശപ്പെടുന്നത്. 897 ബില്യൺ ദിർഹം ആസ്തിയുള്ള സ്ഥാപനത്തിന്റെ മേധാവിയെന്ന ലിങ്ക്ഡിനിൽ ഉൾപ്പെടെ വിശദീകരിക്കുന്നുണ്ട്. 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള അഷ്ലിന്റെ പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡോക്ടർ ആഷ്ലിൻ എന്നാണ്. തമിഴിലും തെലുങ്കിലും കന്നഡയിലുമായി 6 സിനിമകൾ നിർമ്മിച്ചു എന്നും അടുത്തത് മലയാളത്തിലാണെന്നും വ്യക്തമാക്കി ആഷ്ലിൻ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖവും പുറത്തു വന്നിരുന്നു.